എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണണം, കേൾക്കണം. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നിലധികം തവണ കേൾക്കണം. നിങ്ങളിത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതെനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ വേണ്ടി പറയുന്നതല്ല. ഇന്നും ഇന്നലകളിലും നാളകളിലും നമ്മളെ അടപടലം കളിപ്പിക്കുന്ന ഒരു വലിയ കള്ളത്തരം, നമ്മൾ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കളിപ്പിക്കുന്ന ഒരു കള്ളത്തരം. ആ കള്ളത്തരത്തിൻ്റെ പുറകിലുള്ള കഥകൾ, അതിൻ്റെ സംഭവങ്ങൾ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പുറകിൽ വലിയൊരു കളിയുണ്ട്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ഒരു മനുഷ്യൻ വഴിയോടെ നടന്നു പോകുമ്പം റോഡ് സൈഡിൽ ഓറഞ്ച് വിൽക്കുന്ന ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരനെ കണ്ടു. ഉടനെ അയാളോട് ഇന്ന് ചോദിച്ചു, ഓറഞ്ചിന് എന്നാ വില? അയാൾ പറഞ്ഞു, കിലോയ്ക്ക് 30 രൂപ, 3 കിലോ എടുത്താൽ 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഉടനെ ചെന്ന മനുഷ്യൻ പറഞ്ഞു, എന്നാൽ പിന്നെ 3 കിലോ തന്നേക്ക്, 100 രൂപ ലാഭമല്ലെന്ന് ഓർത്തു. ഞാൻ ഓർത്തു ഈ സംവിധാനം കണ്ടുപിടിച്ചത് ഈ വഴിസൈഡിൽ കച്ചവടം ചെയ്യുന്ന പെട്ടിക്കടക്കാരാണെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് കണ്ടുപിടിച്ചത് ഹിന്ദുസ്ഥാൻ ലിവറാണ്. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന കള്ള കമ്പനി കാണിച്ചു വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇതിനകത്ത് നമ്മളൊക്കെ പാത്രം കഴുകാൻ എടുക്കുന്ന വിമ്മിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റായത്. ഈ പാക്കറ്റ് 10 രൂപയുടെ സാഷെ പാക്കറ്റാണ്. ഇതിനകത്ത് വരുന്ന കെമിക്കലിന് 1 മില്ലിയുടെ വിലയെന്ന് പറയുന്നത് 12 പൈസയാണ്. 12 പൈസ. ഇനി അതിൻ്റെ തന്നെ ഇപ്പോൾ പുതുത് വന്ന സാഷെ പാക്കറ്റായത്. ഇത് 20 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. ഇതിനകത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 15 പൈസയാണ് 1 മില്ലിയുടെ വില, 15 പൈസ. ഇനി ഇതിൻ്റെ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റായത്. 1/2 ലിറ്ററിൻ്റെ പാക്കറ്റിന് അകത്ത് വരുന്ന കെമിക്കലിന് 1 മില്ലിക്ക് 20 പൈസ. ഇനി അടുത്തത് ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ പാക്കറ്റാണ്. ഈ 1 ലിറ്ററിൻ്റെ പാക്കറ്റിനകത്ത് വരുന്ന കെമിക്കലിന് 1 മില്ലിക്ക് 23 പൈസ. ഇതെല്ലാം ഇതിൻ്റെ മൂലയിൽ ഇങ്ങനെ കറുത്ത ലെറ്ററിങ്ങിൽ ഇവർ ഇങ്ങനെ, നമുക്കത് വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ, ഇങ്ങനെ അതിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ മൂലയ്ക്ക് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കിതുപോലത്തെ ഒരു സാധനം ഇത് ബൾക്കായിട്ട് ഇവർ ഈ കെമിക്കൽ ഉണ്ടാക്കുമ്പം ഈ കെമിക്കൽ പ്ലാന്റിൽ റെഡിയായി കഴിയുമ്പം കെമിക്കലിൻ്റെ വില സെയിം അല്ലേ? ആണല്ലോ. എന്നിട്ട് ഈ പാക്കറ്റ് കയറ്റുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ ഇത് ഏറ്റവും ചെറിയ പാക്കറ്റ് എന്ന് പറയുന്നത് 85 മില്ലിയാണ്. 85 മില്ലി. അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാക്കറ്റ് എന്ന് പറയുന്നത് 130 മില്ലി. പിന്നത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് 500 മില്ലി. പിന്നത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് 900 മില്ലി. അപ്പോൾ ഈ ഏറ്റവും ചെറിയ 85 മില്ലിക്ക് 10 രൂപ, 130 മില്ലിക്ക് 20 രൂപ, 1/2 ലിറ്ററിന് 500 മില്ലിക്ക് 99 രൂപ, 900 മില്ലിക്ക് 205 രൂപ. അതായത് ഈ 10 രൂപയുടെ സാധനം നമ്മൾ 11 എണ്ണം എടുക്കാമെങ്കിൽ ഈ 900 മില്ലിയുടെ അളവ് വരും. ഒന്നുകൂടെ പറയാം, ഈ 10 രൂപയുടെ സാഷെ പാക്കറ്റ് നമ്മൾ 11 എണ്ണം ഒരുമിച്ചെടുക്കാമെങ്കിൽ ഇതിനകത്ത് കൊള്ളുന്ന അത്ര മെറ്റീരിയൽ വരും. ഇതിൻ്റെ വില എത്രയാണെന്നറിയാമോ? 205 രൂപ. 1 ലിറ്റർ ഒരുമിച്ചെടുക്കുമ്പോൾ 205 രൂപ. ഇങ്ങനെ ഈ സാഷെ പാക്കറ്റായിട്ട് എടുക്കാമെങ്കിൽ 110 രൂപയേ വരുള്ളൂ. എന്നാ വലിയ വൃത്തികേടായി കാണിക്കുന്നത്. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ഈ 20 രൂപയുടെ പാക്കറ്റാണ് 7 പാക്കറ്റ് എടുത്താൽ മതി. നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. 7 പാക്കറ്റ് എടുക്കാമെങ്കിൽ 140 രൂപയ്ക്ക് കിട്ടും. ഈ 900 മില്ലി, 900-നെക്കാളും 10 മില്ലി കൂടുതലും കിട്ടും. ഇനി ഇതാണെങ്കിലും നമ്മൾ നോക്കുമ്പം 20 പൈസയാണ് ഇതിൻ്റെ മില്ലിയുടെ കണക്ക്. അപ്പോൾ ഇതെങ്ങനെ കണക്ക് കൂട്ടണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചെറിയ പാക്കറ്റുകൾ എണ്ണം കൂടുതൽ എടുക്കുന്നതാണ് നമുക്ക് ലാഭം. ചെറിയ പാക്കറ്റുകൾ. ഇനി ഇതിൻ്റെ ബോട്ടിൽ കാണിക്കാം. ഇത് 1/4 ലിറ്റർ ബോട്ടിലാണ്. 1/4 ലിറ്റർ 250 മില്ലി. ഇതിൻ്റെ വില 60 രൂപ. ഇത് 1/2 ലിറ്റർ ബോട്ടിലാണ്. 1/2 ലിറ്റർ ബോട്ടിലിൻ്റെ വില 135 രൂപ. അതായത് 60 2 120 വരേണ്ടടുത്ത് 1/4 ലിറ്ററിന് 60 രൂപയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 1/2 ലിറ്റർ വരുമ്പോൾ 120 രൂപയാണ് വരേണ്ടത്. പക്ഷേ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 135. 750 മില്ലിക്ക് 210 രൂപ. നമ്മൾ സാധാരണ കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നത്
സാധാരണ എല്ലാവരും ചെയ്യുന്നത് വലിയ പാക്കറ്റുകൾ അങ്ങ് എടുക്കും. നമ്മൾ ഓർക്കും ഇതിന് ലാഭമുണ്ട്. ഇതേ സ്ഥാനത്ത് നമ്മളിത് വെളിച്ചെണ്ണയാണെന്ന് വെച്ചോ. വെളിച്ചെണ്ണയാണെങ്കിൽ 1 കിലോയ്ക്ക് 400 രൂപ വിലയുണ്ടെങ്കിൽ 1/2 കിലോ പാക്കറ്റിന് 200 രൂപയേ വരുള്ളൂ. താഴോട്ട് ചെറുതാകുമ്പോഴാണ് വില കൂടാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ എല്ലാ സാധനങ്ങൾക്കും ചെറുതായി വരുമ്പം വില കുറയും. വലിയ പാക്കറ്റിനാണ് വില കൂടുതൽ. എന്ന് വെച്ചാൽ മധ്യവർഗത്തിനെയും മുകളിലോട്ടുള്ളവരെയും അടപടലം കളിപ്പിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ സ്റ്റൈല്. ഇനി ഞാൻ സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ സാധനമായത്, ഇതിൻ്റെ പ്രായോഗിക വശം പറയാം. 750 മില്ലി മേടിക്കണമെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 210 രൂപ. 250 മില്ലിക്ക് 60 രൂപ. ഞാൻ വീട്ടമ്മമാരോട് ചോദിക്കട്ടെ, ഈ 250 മില്ലിയുടെ 3 എണ്ണം മേടിച്ചാൽ 180 ആവുള്ളൂ. 750ൻ്റെ ഒരുമിച്ച് മേടിച്ചിട്ട് 210 രൂപ നിങ്ങൾ കൊടുക്കണോ? അതായത് ഇത് 3 എണ്ണം മേടിക്കാമെങ്കിൽ 180 രൂപയ്ക്ക് കിട്ടും ഈ ചെറുത്. വീട്ടന്മാർ കൃത്യമായിട്ട് ഈ കണക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇത് ഈ 250 മില്ലിയുടെ വിമ്മിൻ്റെ ലോഷൻ 3 എണ്ണം മേടിക്കാമെങ്കിൽ നമുക്ക് സെയിം അളവും കിട്ടും. അതിന് 180 രൂപയാവുള്ളൂ. അതേ സമയത്ത് ഈ 750ൻ്റെ കുപ്പി ഒരുമിച്ച് മേടിച്ചാൽ അതിന് 210 രൂപ നമ്മൾ വില കൊടുക്കണം. ഇത് ശുദ്ധ കളിപ്പീരല്ലേ? ഈ 1 കിലോയും 2 കിലോയും ഒന്നും ഉള്ള പാക്കറ്റുകൾ നിങ്ങൾ വാങ്ങരുത്. ഇത് ആട്ടപടലം നമ്മളെ കളിപ്പിക്കാനുള്ള പരിപാടിയാണ്. 1/2 കിലോയ്ക്ക് 99 രൂപ, 500 മില്ലിക്ക് 99 രൂപ ഉണ്ടെങ്കിൽ 1 ലിറ്റർ നമുക്ക് തരികയാണെങ്കിൽ 198 രൂപയല്ല വരുള്ളൂ. ഇവന്മാർ ഇവിടെ 100 മില്ലി കുറയ്ക്കുകയും ചെയ്തു. വില 205 ആണ് താനും. അപ്പോൾ ഇതിൻ്റെ പ്രായോഗിക വശം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും നിങ്ങൾ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ഒരു സാധനങ്ങളും നിങ്ങൾ അളവ് കൂടിയത് വാങ്ങരുത്. ചെറിയ പാക്കറ്റുകൾ വാങ്ങണം. ഇത് ഒരു സംഭവം. ഇനി അടുത്തത്, ഹിന്ദുസ്ഥാൻ ലിവർ വിൽക്കുന്ന ഒരു പ്രധാന സാധനമാണ് ക്ലോസപ്പ് എന്ന് പറയുന്ന പേസ്റ്റ്. ക്ലോസപ്പ് പല്ല് തിളങ്ങുന്ന പേസ്റ്റ്. ഇത് തേച്ചിട്ട് മുറ്റത്തെ ചെടിയിലോട്ടെങ്ങാനും നമ്മൾ അതിൻ്റെ പത തുപ്പിയിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങി പോവുകയും ചെയ്യും. ഇതിൻ്റെ സാമ്പിൾ പാക്കറ്റ് എന്ന് പറയുന്നത് 20 ഗ്രാമാണ്. 20 ഗ്രാം. ഈ 20 ഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപ. അതായത് ഇതിനകത്തെ പേസ്റ്റിന് 1 ഗ്രാമിന് 50 പൈസയാണ് മുടക്കുള്ളത്. അതിൻ്റെ വലുത് നമ്മൾ മേടിച്ചാലുണ്ടല്ലോ, ഇത് 150 ഗ്രാം പാക്കറ്റാണ്. 150 ഗ്രാം പാക്കറ്റ് നമ്മൾ മേടിക്കുമ്പം അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 129 രൂപ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഗ്രാമിന് 86 പൈസ. ഈ ചെറിയത് മേടിക്കുകയാണെങ്കിൽ പെർ ഗ്രാമിന് 50 പൈസ. വലുത് മേടിച്ചാൽ പെർ ഗ്രാമിന് 86 പൈസ. എൻ്റെ ചോദ്യം, ഫാക്ടറിയിൽ ഈ കെമിക്കൽ അങ്ങ് ഉണ്ടായി വന്നു കഴിയുമ്പം ഇതിൻ്റെ ഒരേ വിലയല്ലേ? സത്യത്തിൽ ഇതിനല്ലേ വില കൂടേണ്ടത് ചെറുതിന്? നേരെ തിരിച്ച് ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന കമ്പനിയുടെ സാധനം വരുമ്പം ചെറുതിനല്ല വില കൂടുതൽ, വലുതിനാണ്. കാരണം കൂടുതൽ മേടിക്കുന്നവരെ കൊന്നെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സംവിധാനം. ഇനി അടുത്തത്, അതിനകത്ത് നമ്മൾ കോൾഗേറ്റ് മോശമൊന്നും അല്ല, എന്നാൽ കോൾഗേറ്റ് ഇത്രയും വലിയ പണി കാണിച്ചിട്ടില്ല. കോൾഗേറ്റിൻ്റെ 40 ഗ്രാമാണ് പാക്കറ്റ്. 40 ഗ്രാം പാക്കറ്റിന് 20 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഗ്രാമിന് 50 പൈസ. അതിൻ്റെ വലിയ പാക്കറ്റ് വരുമ്പോൾ 200 ഗ്രാമാണ്, അതിന് 65 പൈസ. കോൾഗേറ്റ് ഒരു ശകലവും കൂടെ മയമുണ്ട്. ഈ ക്ലോസപ്പുകാരൻ കാണിക്കുന്ന അത്രയും വൃത്തികേട് കോൾഗേറ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം. ഇനി അടുത്തത് പിയേഴ്സിൻ്റെ സോപ്പിനെ കുറിച്ച് കാണിക്കാം. പിയേഴ്സിൻ്റെ സോപ്പ് ഇത് 75 ഗ്രാമായത്. ഇത് പിയേഴ്സിൻ്റെ 75 ഗ്രാമുള്ള സോപ്പാണ്. ഈ 75 ഗ്രാമുള്ള സോപ്പ് അത് കൂട്ടും 4 സോപ്പിൻ്റെ ഒരു പാക്കറ്റ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതേ 4 എണ്ണം. ഈ 75 ഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് 35 രൂപ. ഇതിൻ്റെ മൂലം തന്നെ എഴുതിയിട്ടുണ്ട് 35 രൂപ. അങ്ങനെയാണ് ഇത് കൂട്ട് 4 സോപ്പിന് 35 70 140 രൂപയെ വരാവൂ 4 സോപ്പിന്. പക്ഷേ ഇതിൻ്റെ 4 സോപ്പിൻ്റെ വില എത്രയാണെന്നറിയാമോ? 4 സോപ്പിൻ്റെ വില 156 രൂപ. കണ്ടോ? 4 സോപ്പിൻ്റെ വില 156 രൂപ. ഇവന്മാർ നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണോ? നമ്മൾ ഈ 75 ഗ്രാമിൻ്റെ ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് 35 രൂപയ്ക്ക് തരും. 4 എണ്ണം ഒരുമിച്ച് മേടിച്ചു കഴിഞ്ഞാൽ 156 രൂപയ്ക്കേ തരുള്ളൂ. ആർക്കാ ലാഭം ഇത്? ആർക്കാ ലാഭം? ഇനി 75 ഗ്രാമിൻ്റെ സോപ്പിന് പെർ ഗ്രാമിന് 47 പൈസ. 100 ഗ്രാമിൻ്റെ സോപ്പിന് പെർ ഗ്രാമിന് 50 പൈസ. 125 ഗ്രാമിൻ്റെ സോപ്പിന് പെർ ഗ്രാമിന് 71 പൈസ. നിങ്ങൾ ഇങ്ങനെ ഇതുണ്ട്, ഇത് 3 ഞാനിതെല്ലാം വില കൊടുത്ത് മേടിച്ചതാണ്. ഈ തട്ടിപ്പൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. 75 ഗ്രാമിന് പെർ ഗ്രാമിന് 47 പൈസ. പിന്നെ 100 ഗ്രാമിൻ്റെ പെർ ഗ്രാമിന് 50 പൈസ. 125 ഗ്രാമിന് പെർ ഗ്രാമിന് 71 പൈസ. ശുദ്ധ തട്ടിപ്പല്ലേ ഇത്? അതുകൊണ്ട് ഇതിൻ്റെ പ്രായോഗിക വശം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ മേടിക്കുമ്പം
ഈ 75 ഗ്രാമിൻ്റെയൊക്കെ സോപ്പുകൾ എണ്ണം കൂടുതൽ മേടിക്കുക. ഏറ്റവും ലാഭം അതാ. ഈ വലിയ സോപ്പ്, ഇനി ഇതിനകത്ത് വലിയൊരു തട്ടിപ്പൂടെ കാണിക്കാം. ഇത് പിയേഴ്സിൻ്റെ ഈ 125 ഗ്രാമിൻ്റെ 5 സോപ്പാണ്. 5 സോപ്പ് ഇതിനകത്ത് ഇവന്മാർ നിറച്ചിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ പരസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ പറഞ്ഞിരിക്കുന്നത് 125ൻ്റെ 4 എണ്ണവും പിന്നെ 125ൻ്റെ ഒരെണ്ണം ഫ്രീ എന്നുമാണ്. പക്ഷെ നമ്മളിത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ 75 ഗ്രാമിൻ്റെ വില വെച്ച് നമ്മളിത് കണക്ക് കൂട്ടി നോക്കുമ്പം 50 രൂപ 50 പൈസ ഇത്തലും കളിപ്പിരാം. നമ്മുടെ വീട്ടമ്മമാർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, സാധാരണ സൂപ്പർ മാർക്കറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ വെട്ടിപ്പുള്ളത്. വീട്ടമ്മമാർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ട്രോളി എടുത്ത് അങ്ങോട്ട് വെച്ചു, കിട്ടുന്നതെല്ലാം വലിച്ചു വാരി വെച്ചു, കൊണ്ടുവന്ന് കാർഡ് കൊടുത്തു. ഇവന്മാർ കൊല വിളിക്കുകയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ പ്രായോഗിക വശം ഒരിക്കൽ കൂടെ പറയുന്നു. ഈ ചെറിയ സോപ്പുകൾ 75 ഗ്രാമോ 100 ഗ്രാമോ ഉള്ള സോപ്പുകൾ എണ്ണം കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം അതാണ് എന്നതാണ് അതിൻ്റെ വശം. ഇനി അടുത്തത് ലക്സിൻ്റെ ജാസ്മിൻ എന്ന് പറയുന്ന മോഡലാണ്. ജാസ്മിന് വൈറ്റമിൻ സി. ഇതിൻ്റെ 100 ഗ്രാമിന് 38 രൂപ എന്ന് പറഞ്ഞാൽ ഗ്രാമിന് 1 ഗ്രാമിന് 38 പൈസ. 150 ഗ്രാമിലോട്ട് വന്നു കഴിയുമ്പം ഇതിൻ്റെ കളി അങ്ങ് മാറും. ഇതിപ്പം 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 4 എണ്ണവും പ്ലസ് 1 ഫ്രീ എന്നാണ് പറയുന്നത്. 320 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 ഗ്രാമിന് 320 രൂപ. ഇത് 100 ഗ്രാമിന് 38 രൂപ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ഈ 100 ഗ്രാമിൻ്റെ 7.5 എണ്ണം എടുത്താൽ ഇത് തൂക്കം ഒക്കും. അപ്പോൾ 285 രൂപയെ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് കൂട്ട് ഒരെണ്ണം പോയി മേടിച്ച് കഴിഞ്ഞാൽ അളവ് വെച്ച് നോക്കുമ്പം നമ്മളെ 35 രൂപ ഇവന്മാർ കളിപ്പിച്ചു വിടും. 35 രൂപ കളിപ്പിച്ചു വിടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ പാക്കറ്റുകൾ നിങ്ങൾ പോയി എടുക്കരുത്, നിങ്ങളെ കളിപ്പിക്കും. ഇനി അടുത്തത് റെക്സോണ. ഇത് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ, ഞാൻ ഈ കാണിക്കുന്നതിൽ ഈ ക്ലോസപ്പ് കോൾഗേറ്റ് പേസ്റ്റ് ഒഴിച്ച് എല്ലാം ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെയാണ്. ഇത് രണ്ടും റെക്സോണയുടെ സോപ്പാണ്. ഇതിൻ്റെ കാര്യം നോക്കിക്കോണം. 100 ഗ്രാമിന് വില എന്ന് പറയുന്നത് 37 രൂപ. 100 ഗ്രാമിൻ്റെ സോപ്പ് മേടിച്ചാൽ പെർ ഗ്രാമിന് 37 പൈസയേ ഉള്ളൂ. 150 ഗ്രാം സോപ്പിന് വില 79 രൂപ എന്ന് പറഞ്ഞാൽ അതിന് പെർ ഗ്രാമിന് 53 പൈസ. 2 സോപ്പ് ഒരുപോലെ ആയിരിക്കുന്നത്. വീട്ടമ്മമാരെ ഉണരൂ, ഉണരൂ ഉപഭോക്താവേ ഉണരൂ എന്നാണ് നമ്മുടെ ഇവിടുത്തെ GST വകുപ്പിൻ്റെ പരസ്യം. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണർന്നിട്ട് നിങ്ങളിത് പഠിക്കണം. ഇത് 100 ഗ്രാമിൻ്റെ സോപ്പ് മേടിച്ചിട്ട് 2 എണ്ണമോ 4 എണ്ണമോ മേടിച്ചിട്ട് ഈ വലുത് അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ ഈ പരിപാടി തരും. ഈ വലിയ സോപ്പ് നമ്മളെ അടപടലം കളിപ്പിക്കുക. ഇത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ലക്സിൻ്റെ തന്നെ വേറൊരു സാധനം. ഇതിൻ്റെ പേര് ഗ്ലൂട്ടത്തിയോൺ എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഗ്ലൂട്ടത്തിയോൺ ഈ സോപ്പ്. ഇതിൻ്റെ 80 ഗ്രാമിൻ്റെ സോപ്പാണ് ഇത്. 80 ഗ്രാമിൻ്റെ സോപ്പിന് 38 രൂപ. 38 രൂപ എന്ന് പറഞ്ഞാൽ അതിന് പെർ ഗ്രാമിന് നോക്കുമ്പം 48 പൈസ. പക്ഷേ ഇതെന്ന് പറയുന്നത് 130 ഗ്രാമിൻ്റെ 4 എണ്ണമാണ്. 295 രൂപ എന്ന് പറഞ്ഞാൽ പെർ ഗ്രാമിന് 57 പൈസ. ഈ സാധനത്തിൻ്റെ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ ഇത് ഇത്രയും വലുത് മേടിക്കുമ്പം നമ്മളെ 45 രൂപ കളിപ്പിക്കുന്നുണ്ട്. ഈ ചെറുതെണ്ണം കൂട്ടി മേടിക്കുക എന്നുള്ളത് മാത്രമാണ് കളിപ്പീര് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോപ്പാണ് ഡവ്. ഇതിൻ്റെ 100 ഗ്രാം സോപ്പിന് 60 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെർ ഗ്രാമിന് 60 രൂപ. ഇതിപ്പം 125 എണ്ണത്തിൻ്റെ 4ഉം 1 ഫ്രീയും 465 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 93 പൈസ 1 ഗ്രാമിന്. ഈ 100 ഗ്രാമിൻ്റെ സോപ്പിൻ്റെ വില വെച്ച് കണക്കൂട്ടി നോക്കിയാൽ ഇത് മേടിക്കുമ്പം 90 രൂപയാണ് ഇതിൻ്റെ വില വെച്ച് കൂട്ടുമ്പം നമ്മളെ ഒറ്റ പാക്കറ്റേ കളിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് ഇത് കൂട്ട് ഒരെണ്ണം എടുത്തുകൊണ്ട് പോയാൽ 90 രൂപ ഇവന്മാർ കളിപ്പിക്കും. ഇനി അടുത്തത് ഹമാമ്. ഇത് ഇവരുടെ തന്നെയാണ്. ഹമാമിൻ്റെ 38 ഗ്രാമിന് 10 രൂപ, 100 ഗ്രാമിന് 38 രൂപ, 150 ഗ്രാമിന് 58 രൂപ. അതെങ്ങനെയാണ് ഒരേ മെറ്റീരിയൽ വലിപ്പം കൂടുതൽ എടുക്കുമ്പം വില കൂടി വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്. ഇനി ലക്സിൻ്റെ ഫ്രഷ് ഗ്ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് ഫ്രഷ് ഗ്ലോ. ഇതിൻ്റെ 42 ഗ്രാമിന് 10 രൂപ, 100 ഗ്രാമിന് 41 രൂപ, 150 ഗ്രാമിന് 77 രൂപ. ഇതിൻ്റെ എല്ലാം പുറകിൽ ഇങ്ങനെ ബ്ലാക്കിൽ ഇതിൻ്റെ തുക എഴുതിയിട്ടുണ്ട്, ഗ്രാം ബേസുള്ള വില എന്താണെന്ന്. അപ്പോൾ നമ്മൾ ആ ഗ്രാം ബേസ് നോക്കുമ്പോഴാണ് ഇതിൻ്റെ തട്ടിപ്പ് മുഴുവൻ മനസ്സിലാകുന്നത്. ഇതിൻ്റെ പ്രധാന പ്രതി എന്ന് പറയുന്നാൽ ഇത്
ഇവന്മാരാ. ഇനി ലൈപ്പോയുടെ സാധാരണ ലൈപ്പോയുടെ ഒരു പുതിയ വേരിയൻ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഐസ്കൂൾ എന്നാണ്. 75 ഗ്രാമിന് 15 രൂപ, 100 ഗ്രാമിന് 36 രൂപ. എന്നാ ഇൻ്റർനാഷണൽ തട്ടിപ്പാന്ന് നോക്കിയേ. 75 ഗ്രാമിന് 15 രൂപ, 100 ഗ്രാമിന് 36 രൂപ. 75ൻ്റെ കൂട്ടത്തിൽ എന്നാ കൂടണം, ഒരു 20 രൂപ വരേണ്ടതിന് 36 രൂപ. അതാ വലുത് മേടിക്കുന്നതിൻ്റെ മുതുകത്തോട്ട് കയറുക എന്നുള്ളതാണ് ഇവന്മാരുടെ പരിപാടി. ഇനി അടുത്തത് ലക്സിൻ്റെ ബ്രൈറ്റ് ഗ്ലോ എന്ന് പറയുന്ന ഒരു സാധനം. അതിന് ബ്രൈറ്റ് ഗ്ലോ എന്ന് പറയുന്ന അതിൻ്റെ 42 ഗ്രാമിന് 10 രൂപ, 100 ഗ്രാമിന് 38 രൂപ. അതിൻ്റെ 150 ഗ്രാം ഇല്ല. പിന്നെ റേഡിയൻറ്റ് ഗ്ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിന് 42 ഗ്രാമിന് 10 രൂപ, 100 ഗ്രാമിന് 38 രൂപ, 150 ഗ്രാമിന് 71 രൂപ, 75 ഗ്രാമിന് 17 രൂപ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ എടുക്കുകയാണെങ്കിൽ ഇതിനകത്തെ ഈ കാര്യം നമുക്ക് മനസ്സിലാവും. ലെക്സിൻ്റെ തന്നെ ഈവൻ ടോൺഡ് ഗ്ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 43 ഗ്രാമിന് 10 രൂപ, 100 ഗ്രാമിന് 38 രൂപ, 75 ഗ്രാമിന് 17 രൂപ, 150 ഗ്രാമിന് 71 രൂപ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സോപ്പ് എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പിടിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാകുന്നത്. ഇനി ഈ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിലാണ്. ട്രോളി എടുക്കുന്നു, വാരിയിടുന്നു, കാർഡ് കൊണ്ട് കൊടുക്കുന്നു, ഒന്നും അറിയുന്നില്ല. പ്രായോഗിക വശം എന്താണെന്ന് ചോദിച്ചാൽ ഈ 75 ഗ്രാം സോപ്പുകളോ 100 ഗ്രാം സോപ്പുകളോ സിംഗിൾ പീസ് സോപ്പുകൾ എടുക്കുകയാണെങ്കിൽ ഈ തട്ടിപ്പ് ഒഴിവാക്കാം എന്നുള്ളതാണ് എളുപ്പം. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത് സിംഗിൾ പീസ് എടുക്കുക. സിംഗിൾ പീസിൻ്റെ അടിയിൽ ഇങ്ങനെ കറുത്ത ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനകത്ത് പെർ ഗ്രാമിൻ്റെ വില എത്രയാണെന്ന് നോക്കുക. പെർ ഗ്രാമിൻ്റെ വില നോക്കുമ്പോൾ നിങ്ങൾ 75 ഗ്രാമിൻ്റെയോ 100 ഗ്രാമിൻ്റെയോ നോക്കാവൂ, അതിന് മുകളിലുള്ളത് നോക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇതിനകത്തുള്ള പെർ ഗ്രാമിന് വില എത്രയാണെന്ന്. ഈ പെർ ഗ്രാമിൻ്റെ വില എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഈ 75ൻ്റെയോ 100ൻ്റെയോ പാക്കറ്റുകൾ, ആ സിംഗിൾ പാക്കറ്റുകൾ അങ്ങ് മേടിക്കാമെങ്കിൽ അവിടെയാണ് ഏറ്റവും ലാഭം ഇരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ ഇങ്ങനത്തെ സോപ്പുകളുടെ സിംഗിൾ പാക്കറ്റുകൾ വളരെ കുറവാണ്. റിലയൻസ് പോലെയുള്ള വമ്പൻ സ്ഥാപനങ്ങളിൽ ചെന്നാൽ ഒരു കാരണവശാലും ഇല്ല. കാരണം അവിടെ ചെല്ലുന്നവർ ഈ 5, 6, 7 ഒരുമിച്ചെടുക്കുന്നത്. അപ്പോൾ അവരെ ഓരോ പാക്കറ്റിലും 50 രൂപ 75 രൂപ തട്ടിച്ചങ്ങ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. വെറുതെ എന്തിനാ നമ്മൾ ഇതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. എല്ലാവരെയും ബാധിക്കുമ്പം ഓരോ ദിവസവും കടകളിൽ പോകുന്നവരെ കളിപ്പിക്കുന്നെങ്കിൽ കോടാനുകോടി രൂപ ഈ ഹിന്ദുസ്ഥാൻ ലിവർ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, നമ്മുടെ ഇവിടെ അളവ് തൂക്ക ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ്? വർഷത്തിൽ ഒരു പ്രാവശ്യം ത്രാശ് പതിക്കാൻ വേണ്ടി മാത്രവും ഇടയ്ക്കിടയ്ക്ക് പോയി ചില്ലറ മേടിക്കാനുമാണോ? ഈയിടെ നിങ്ങൾ കേട്ടില്ലേ, മൂവാറ്റുപുഴയിൽ ദന്തല്ലാവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് ഈ പല്ലുണ്ടാക്കുന്നതിനകത്ത് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്നും പറയുന്നത്. കാരണം അതൊക്കെ ഒരുവിധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, എങ്ങനെയെങ്കിലും പണ്ടാരം പൂട്ടിപ്പോകുമെങ്കിൽ നാട്ടിൽ കുറച്ച് പേരുടെ പണിയും കൂടെ ഇല്ലെന്നാകുമല്ലോ എന്നോർത്ത് അങ്ങോട്ട് ചെല്ലുന്ന. പക്ഷേ വേറൊരു കാര്യം, ഈ അളവ് തൂക്ക വിഭാഗം നല്ലപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഭരണം വേണം. അവർ ബാറ് വെളുക്കോളം തുറപ്പിക്കാനുള്ള പരിപാടിയും അവരുടെ ആളുകളെ കൊണ്ട് ബാറുണ്ടാക്കിക്കാനും നടക്കുക. അന്നേരം അളവ് തൂക്ക വിഭാഗത്തിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, വലിപ്പം കൂടും തോറും സാധനങ്ങൾക്ക് വില കൂടുന്നു. ഞാൻ പ്രായോഗികമായിട്ട് 2 കാര്യം ഒന്നുകൂടെ പറയട്ടെ. നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 400 രൂപയാണെങ്കിൽ 1/2 കിലോയ്ക്ക് 200 രൂപ കൊടുത്താൽ മതി. പാക്കറ്റാണേലും ലൂസാണേലും. 1/4 കിലോയ്ക്ക് 100 രൂപ കൊടുത്താൽ മതി. 100 മില്ലിക്ക് 40 രൂപ കൊടുത്താൽ മതി. ഇതിനെല്ലാം മെറ്റീരിയൽ വില ഒരുപോലെയാണ്. പിന്നെ ചെറിയ ചെറിയ പാക്കറ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ ശകലം വില കൂടാം. പക്ഷേ ഈ ഹിന്ദുസ്ഥാൻ ലിവർ ഉണ്ടാക്കുന്ന മുഴുവൻ സാധനങ്ങൾക്കും വലിപ്പം കൂടുന്തോറും ആ വില കൂടുന്നത്. അല്ലാതെ വലിപ്പം കൂടുമ്പം ഇതിൻ്റെ വലിപ്പം കൂടി പാക്കറ്റിംഗ് ഒക്കെ കുറഞ്ഞു എന്നുള്ള ഒരു ആനുകൂല്യം ഒരിക്കലും നമുക്ക് തരുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളിത് അന്വേഷിക്കുന്നുമില്ല. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരോട് പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ പലവട്ടം കാണുകയും അതിനുശേഷം നിങ്ങളിത് അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ തുക, അത് കോടാനുകോടികൾ ദീർഘകാലമായിട്ട് ഹിന്ദുസ്ഥാൻ ലിവർ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് ഉൽപ്പന്നം തന്നിട്ട് കൊണ്ടുപോയിക്കോട്ടെ, നമ്മളെ കളിപ്പിച്ചുകൊണ്ട് പോകണ്ട. ഈ ഉൽപ്പന്നത്തിന് എല്ലാത്തിനും ഇതിൻ്റെ വെയിറ്റ് പെർ ഗ്രാമിനുള്ള വില ഒരേ വിലയാക്കുകയാണെങ്കിൽ ഈ തട്ടിപ്പ് അവസാനിക്കും. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഇവിടുത്തെ സംവിധാനം എല്ലാം ഈ കമ്പനിക്ക് അനുകൂലം നിൽക്കുന്നത് കൊണ്ടാണ് ഇത് നടക്കാത്തത്. ഇതിനൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, എല്ലാവരും ഇത് ശ്രദ്ധിച്ചാൽ ഈ കൊള്ള അവസാനിപ്പിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.